ഈ അവാർഡ് എനിക്ക് പത്മഭൂഷൺ എന്തെന്നാണ് ഇവിടുന്ന് ശരിക്കും വായിച്ചില്ല കേട്ടോ, ക്ഷമിക്കണേ. പത്മഭൂഷൺ ഒരു സമ്മേളനം ജഗന്നൂർ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒന്ന് അറിഞ്ഞ് ഈ ഡോക്ടർ ജയം വിളിച്ചപ്പോഴാണ് ജീവിക്കുന്നത്. എനിക്കൊരുപാട് നല്ല നല്ല വാക്കുകൾ കിട്ടാനുണ്ട്, ഒരുപാട് ചീത്ത വാക്കുകൾ കിട്ടാറുണ്ട്. രണ്ടിന് ഞാൻ സ്വീകരിക്കാറ്. എന്റെ ഉത്സവനോട് എനിക്ക് പരിപാടി അനുഭവിച്ചവർ പ്രത്യേക പ്രതിബദ്ധമില്ല. നമ്മുടെ കർമ്മങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ പലതും സംഭവിക്കും. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് അവസാനം വരെ ശരിക്കും വേണ്ടി ഞാൻ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 30 കൊല്ലം നിങ്ങളെ സേവിക്കാനും നിങ്ങൾ എന്നെ ഉൾക്കൊള്ളാനും തയ്യാറായി എങ്കിൽ എത്രയോ തെരഞ്ഞെടുപ്പുണ്ട്, എത്രയോ കേസുകളുണ്ട്. ഈ കേസുകൾക്കൊന്നും നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ ഒരു ഫോട്ടോ ഉണ്ടാക്കാതെ തകർക്കാനോ നടത്താനോ സാധിക്കാത്ത വിധത്തിൽ നമ്മൾ അടിവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇതിൻ്റെ എല്ലാ ശക്തിയും നിങ്ങളാണ്. എനിക്ക് ഈ പുരുഷം കിട്ടുമ്പോൾ മമ്മൂട്ടി കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടി ഞാനും ചിങ്ങമാസത്തിലെ വിശാഖക്കാരൻ ഒരേ നാളുകാരാണ്. മമ്മൂട്ടിക്ക് കിട്ടിയെങ്കിൽ മമ്മൂട്ടിയുടെ കഴിവുകൊണ്ട് കിട്ടിയാണ്. അദ്ദേഹം നടനത്തോട് അതിനെ പാഠവത്തിലുള്ള അംഗീകാരമായിട്ട് കിട്ടിയത്. പക്ഷെ എനിക്ക് കിട്ടിയ അങ്ങനെയല്ല. സംഘടനാ പ്രവർത്തനത്തിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ അംഗീകാരം, ആ അംഗീകാരം കാരണക്കാരില്ല, നിങ്ങളാണ്. ആ അംഗീകാരം സമുദായത്തിലായിരിക്കും. വെള്ളാപ്പള്ളി നടേശൻ മമ്മൂട്ടിക്ക് ആദരവും എന്റെ ആദരവും രണ്ടും പത്മഭൂഷണമാണെങ്കിൽ ആ പത്മഭൂഷണം കണ്ടെത്തിയതിന്റെ ആ നിക്ഷേപം അല്ലെ കണ്ടെത്തിയത് കണ്ടില്ല. അദ്ദേഹത്തിന് പ്രഗത്ഭമായ നടന പാഠവോ കണ്ടുകൊടുത്തു എങ്കിൽ നമ്മുടെ എല്ലാ കൂട്ടരായി വെള്ളാപ്പള്ളി നടേശൻ ഹീറോ ആയി നിങ്ങളെല്ലാം കണ്ണീരുമ്പോഴാണ് ഇവിടുത്തെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ സംഘടനാ പ്രവർത്തനത്തിന് ഞാൻ വന്നപ്പോൾ സമുദായം സാമ്പത്തികമായി പിന്നോക്കമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ മുന്നോക്കം കൊണ്ടുവരാൻ ആരോടും യുദ്ധം ചെയ്യാനോ മതവിദ്വേഷം വളർത്താനോ അല്ല, അവർക്കൂടെ സാമ്പത്തികമായി ഉയർത്തുവാൻ അവരെ വളർത്തുവാനുള്ള കർമ്മ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് എത്രയോ കോടി ബംഗാളിലെ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് 2000 കോടികൾ കൊടുത്തു പത്മശ്രീ. അതിനൊക്കെ എത്രയോ കോടികൾ നമ്മൾ കൊടുത്തു, ഒന്നും കിട്ടാനില്ല. അപ്പോ ഇതുപോലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ സന്ദീപ് യോഗത്തിലായാലും SN ഇവിടുത്തെ സാധാരണക്കാരെ നിർത്താനും വളർത്താനും അതിനെല്ലാം നമ്മുടെ കൂട്ടായ്മ ഇത് വെള്ളാപ്പള്ളിയാണ് കഴിവ്. നമ്മളെല്ലാം ഒന്നായി പ്രവർത്തിച്ച് അങ്ങനെ മഹാ അത്ഭുതമെന്ന് പറഞ്ഞു പലരും പഠിക്കാനും മനസ്സിലാക്കാനും എത്രയോ വിദേശ പ്രദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ തന്നെ വന്ന് കണ്ടുപഠിക്കാനും ഒക്കെ ശ്രമിച്ചത്. ഇതിനെല്ലാം കാരണം മുതലായത് സമുദായ അംഗങ്ങളുടെ പിൻബലവും നമ്മുടെ കൂട്ടായ പ്രവർത്തനമുണ്ടാകും. അതുകൊണ്ട് ഈ അവാർഡ് പത്മഭൂഷൺ കിട്ടിയെങ്കിൽ അത് നമ്മുടെ സമുദായത്തിന് കിട്ടിയ അവാർഡായിട്ടാണ് ഞാൻ കണക്കുന്നു. അത് ഇതിന്റെ വാദങ്ങളിൽ ഞാൻ സമർപ്പിക്കണം. പ്രിയമുള്ളവരെ, ഒരു വിവാദങ്ങൾ എന്നും എൻ്റെ തോടുന്നു മാറി ചുമ്മാ ഇരുന്നാലും വിവാദങ്ങൾ വേദാളങ്ങളായി എൻ്റെ തോടും. പക്ഷെ ഏത് തോളം നിന്നാലും കുറച്ച് കഴിയുമ്പോൾ അതെനിക്ക് പൂമാലയായി മാറും. അതാണ് കാണുന്നത്. അത് നിങ്ങളെല്ലാം പ്രാർത്ഥന, ഗുരുവിന്റെ അനുഗ്രഹം. നിങ്ങളൊന്ന് ആലോചിച്ച് എന്തെല്ലാം പ്രശ്നം ഇപ്പൊ എന്നെ അകത്താക്കും. കുറവുകളെല്ലാം എഴുതി ചില ചാനലാണെന്നുണ്ടെങ്കിൽ എന്റെ ചോരയ്ക്ക് കൊടുക്കുന്ന ചാനലുകൾ അവരെന്താ കാഴ്ചക്കാരെ കൊടുത്തിരിക്കുന്നത് എന്താണെന്നുള്ളത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടും അവരെ എന്നെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ എല്ലാം റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദന അവർക്ക് മനസ്സിലായി. അവർ കാശുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പച്ചയായ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് എന്നാൽ പെരുങ്കള്ളന്മാരായിരിക്കും അവർക്ക് കാശുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിഷ്കാമകർമ്മം നടത്തുന്ന നമ്മളെ കൊണ്ടുള്ള പാവം പിടിച്ച സമുദായത്തെ വേട്ടയാണെന്നാണോ ശരി? സത്യങ്ങൾ പറയട്ടെ,
സത്യങ്ങൾ പറയാതെ അസത്യങ്ങൾ പറച്ചും പരസ്യം പരസ്പരം തമ്മിൽ അതിൽ ചോര പിടിക്കാൻ നടക്കുന്ന കുറെ കുറുക്കന്മാരായ ചാനലുകാരുടെ ഈ കുറുക്കന്മാർ ചോര പിടിക്കാൻ ഈ പാവം പിടിച്ച ഈ സമുദായത്തെ നിങ്ങൾ എന്തിനു വിളിക്കും? വേറെ എന്തെല്ലാം മാർഗങ്ങളാണ്? വേറെ എവിടെയെങ്കിലും പോകാൻ പറഞ്ഞു. പ്രിയമുള്ളവർ, ഞാൻ വിഷയത്തിലേക്ക് വരാം. കാരണം വിഷയപ്പാടാൻ നിങ്ങൾ അഭിമാനിക്കുന്ന ഒരു വിഷയം ഇന്ന് സമുദായത്തിന്റെ വിവിധ മേഖലയിൽ SN-ട്രസ്റ്റിലായാലും SNDP യോഗത്തിലായാലും പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾ ഒരുപക്ഷെ SNDPയിലാണെങ്കിൽ അതോടൊപ്പം SN-ട്രസ്റ്റ്, അങ്ങനെ കേരളത്തിൽ വെളിയിലുള്ള ട്രസ്റ്റ് ബോർഡ് മെമ്പർമാരും SNDP യോഗത്തിന്റെ ഭാരവാഹികളും നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൽ വർത്തമാനകാലത്ത് വന്നിരിക്കുന്ന വിവാദങ്ങളെപ്പറ്റി നിങ്ങളിലേക്കൊന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. ഞാനതൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. മറ്റൊന്നുമല്ല, നായരെയോ നിങ്ങളൊന്ന് ആലോചിക്കണം. സുകുമാരൻ നായർ അദ്ദേഹം നിഷ്കളങ്കനും നിസ്വാർത്ഥനും മാന്യനും. കാരണം മറ്റൊന്ന്, നിങ്ങൾക്കറിയാമോ, ആഴ്ചകൾക്ക് മുമ്പ് എറണാകുളത്ത് കണയന്നൂർ യൂണിയൻ കാര്യം നടത്തിയ നൃത്താവിഷ്കാരത്തിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഐക്യം ഉണ്ടാകുമെന്നും ഞാൻ പറയുന്നു. SNDP-യുടെ 1000 രൂപ ഐക്യമല്ല. SNDP യോഗം അപ്രൂവ് ചെയ്തിരിക്കുന്നത് നായാടി തൊട്ട് നസ്രാണി വരെയാണ്. ഒന്നത് 10 ഗീതരായി പറഞ്ഞാൽ ക്രിസ്ത്യാനി വരെയാണ്. ഒരു ഐക്യത്തിന് വേണ്ടി ആരും ഉപദ്രവിക്കാനില്ല, ആരുടെ അവകാശം പിടിച്ചുപറ്റാനില്ല, ഇലക്ഷൻ വോട്ട് പിടിക്കാനുമല്ല, ഇലക്ഷൻ കണ്ടുമല്ല. ഇത് നേരത്തെ പ്രഖ്യാപിച്ച നയം. ആ നയങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുന്നു. അത് പങ്കുചേരാവുന്നതൊക്കെ പങ്കുചേരാം. അത് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, രാഷ്ട്രീയം. ഈ ആശയമായി ചേരാവുന്ന ആർക്കും പലപ്പോഴും ഈ ആശയമായി ചേരാൻ പലപ്പോഴും നമുക്ക് മുൻപുള്ളത് മുസ്ലിം ലീഗിനോടാണ്. മുസ്ലിം സമുദായത്തോടില്ല, മുസ്ലിങ്ങളിലേക്ക് മറ്റു സമുദായ സംഘടനകളില്ല, ലീഗിനോട്. അതിന് കാരണമുണ്ട്. അവർ കൊണ്ട് വേണം നമ്മൾ ചരിച്ചതുകൊണ്ട് തന്നെ. അതുകൊണ്ട് അതുമായിട്ടുള്ള ഐക്യം സമുദായത്തിന് ഗുണത്തിയില്ല എന്ന് മാത്രമല്ല, ലീഗ് കൊണ്ടുവരുന്ന ഒരു കാലത്ത് അണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കാവുന്ന കൊണ്ടുവന്ന് അവസാനം ഒന്നും തന്നില്ല എന്ന് മാത്രമല്ല, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിപ്പോലും നരേന്ദ്ര കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് കൊടുത്തത് അവരെല്ലാം നേടിക്കൊണ്ടുപോയപ്പോൾ ഈഴവനും എവിടെ കിടക്കുന്നു അവന്റെ കുറവും പരിഹരിക്കാനും അത് മേടിച്ചറാനും ഒരു കാര്യം തയ്യാറായില്ല. പിന്നെ ചർച്ചയില്ല, സംവാദമില്ല, അവരവരുടെ വഴിക്ക് പോയി. ഈ കുറവുകളും സത്യങ്ങളും ഞാൻ തുറന്നു വിളിക്കുമ്പോൾ ഞാൻ ആ സമുദായത്തെ ആക്ഷേപിക്കുന്ന ക്രിസ്ത്യനാണ്. നിങ്ങളുടെ റഫീഖ് മുസ്ലിമാണ്. അങ്ങനെ അപ്പനും മുസ്ലിം തന്നെ ഒന്നാം തരം. MES ആലപ്പുഴയിലെ പ്രസിഡന്റ് എത്ര നല്ല ഇവിടെ അടിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ആരെങ്കിലും ഒരു കാര്യം ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇവര് അച്ഛനും മകനും ഇവിടെ വന്ന് നമുക്കിതെല്ലാം വിശദീകരിച്ചു നമ്മുടെ കണക്കെല്ലാം കൃത്യമായി സത്യമായി നിങ്ങളുടെ ഓരോ ഉപദേശം ചെയ്യുന്നു. നമ്മൾ മറ്റേ ആരാണ് പേര് നമുക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കൊരു മതവിദ്വേഷമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേസ് നടത്തുന്ന ആരാണ്? കൊല്ലത്ത്. അത് മറ്റൊരു